വാർത്തകൾ തുടരുന്നു. സഖാവ് കുഞ്ഞാലി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ടി.കെ. ഹംസ എം.എൽ.എ. പോയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ആകില്ലായിരുന്നു എന്ന് കുഞ്ഞാലിയുടെ സഹപ്രവർത്തകൻ പുലിയോടൻ ഹുസൻകുട്ടി പറഞ്ഞു. കുഞ്ഞാലിയുടെ കൊലപാതകത്തിൽ ആഹ്ലാദിച്ച ആളാണ് ടി.കെ. ഹംസ എന്നും ഇദ്ദേഹം സ്വന്തം വാർത്തകൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. കരുവാരകുണ്ട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഞ്ഞപ്പാറയിൽ നടത്തിയ സ്വീകരണ യോഗത്തിൽ ടി.കെ. ഹംസയെ കുഞ്ഞാലിയുടെ സഹപ്രവർത്തകൻ എന്ന് ഓർമ്മിച്ചതിൽ പ്രതിഷേധിച്ചാണ് CPM വിട്ട് CPIയിൽ ചേർന്ന ഹുസൻകുട്ടി സ്വന്തം വാർത്തകളിലൂടെ പ്രതികരിച്ചത്. കരുവാരകുണ്ടിൽ ചരിത്രമറിയാത്ത കമ്മ്യൂണിസ്റ്റുകാരാണ് ഉള്ളത്. കുഞ്ഞാലി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ടി.കെ. ഹംസ CPMൽ ഉണ്ടാവില്ല. കുഞ്ഞാലി ജീവിച്ചിരിക്കുമ്പോൾ കുഞ്ഞാലിയുടെ ശത്രുക്കളിൽ ഒരാളായിരുന്നു ടി.കെ. ഹംസ. സഖാവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ടി.കെ. ഹംസ മൂടില്ലാത്ത ബക്കറ്റ് പോലെയാകുമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ചരിത്രമറിയാത്ത കരുവാരക്കുണ്ടിലെ കമ്മ്യൂണിസ്റ്റുകാരാണ് അത് വിളിച്ചു പറഞ്ഞത്. സഖാവ് കുഞ്ഞാലിയുടെ കൊലപാതകത്തിൽ ആഹ്ലാദം കൊണ്ടവരിൽ ഒരാളായിരുന്നു ടി.കെ. ഹംസ. കുഞ്ഞാലി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ടി.കെ. ഹംസ ഒരു MLA അല്ല, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ഈ മലപ്പുറം ജില്ലയിലാവില്ല. മൂടില്ലാത്ത ബക്കറ്റ് മാതിരി ഇതിൽ അലിഞ്ഞു തിരിയേണ്ടി വരും ടി.കെ. ഹംസ. അത്രയും കുഞ്ഞാലിയുടെ പ്രധാന ശത്രുക്കളിൽ ഒരാളായിരുന്നു ടി.കെ. ഹംസ. മറ്റൊന്ന് ഹരിഹരൻ മുഹമ്മദായിരുന്നു. ഹരിഹരൻ മുഹമ്മദ് കൊല ചെയ്തു എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ ടി.കെ. ഹംസയൊക്കെ അന്ന് കുഞ്ഞാലിക്കെതിരായി കേസും കാര്യങ്ങളും ഒക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ് ടി.കെ. ഹംസ. കുഞ്ഞാലി കാളികാവ് പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുമ്പോൾ ടി.കെ. ഹംസ പഞ്ചായത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസറായി പ്രവർത്തിച്ചിരുന്നു. അന്ന് ടി.കെ. ഹംസയെ കുഞ്ഞാലി വിളിച്ചിരുന്നത് ഏറ്റുകൂട്ടിയ ഓഫീസർ എന്നായിരുന്നു. ഇരുവരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മൂലം ടി.കെ. ഹംസ ജോലി രാജിവെക്കുകയും പിന്നീട് വക്കീലായതിനു ശേഷവും കുഞ്ഞാലിക്കെതിരെ കേസ് നൽകുകയും ചെയ്തിരുന്നു. മഞ്ഞൾപ്പാറയിൽ നടന്ന ചടങ്ങിൽ CPM വിട്ടവർ വക്കുപൊട്ടിയ പാത്രങ്ങളാണെന്ന് ടി.കെ. ഹംസ പരിഹസിച്ചിരുന്നു. കുഞ്ഞാലിയുടെ സഹപ്രവർത്തകൻ തന്നെ ടി.കെ. ഹംസയ്ക്കെതിരെ തിരിഞ്ഞതോടെ കരുവാരകുണ്ടിലെ CPM നേതൃത്വം പ്രതിരോധത്തിലായിരിക്കുകയാണ്. കരുവാരക്കുണ്ട് കിഴക്കേത്തല നോവൽറ്റി ക്ലബിന്റെയും പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ കരുവാരക്കുണ്ട് യൂണിറ്റിന്റെയും പെരിന്തൽമണ്ണ IMA-യുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ റംല ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കിഴക്കേത്തല നോവൽറ്റി ക്ലബിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ചാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. രക്തദാനത്തിന്റെ മഹത്വം മനസ്സിലാക്കി 100ഓളം പ്രവർത്തകരാണ് ക്യാമ്പിൽ രക്തം ദാനം ചെയ്തത്. ക്ലബ്ബ് പ്രസിഡന്റ് നിസാർ, ബദർ, നൌഷാദ്, നിസാം, ദിൻഷാദ്, ഷാജഹാൻ, അഷ്റഫ് മാസ്റ്റർ, മൻസൂർ, ജാബിർ എന്നിവർ പ്രസംഗിച്ചു. കിഴക്കേത്തല മദ്രസയിൽ നടന്ന രക്തദാന ക്യാമ്പിന് ഫൈസൽ, സഹലു സുലൈമാൻ, സിറാജ്, സബീർ, ഉസാമത്ത് എന്നിവർ നേതൃത്വം നൽകി. കിഴക്കേത്തല നോവൽറ്റി ക്ലബിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് നടക്കുന്ന രക്തദാന ക്യാമ്പിൽ ക്ലബിലെ 50ഓളം മെമ്പർമാരെ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിക്ക് രക്തം ദാനം ചെയ്ത് മാതൃക കാണിക്കുകയാണ്. പൂക്കോട്ടുംപാടം ഹോം ചാരിറ്റബിൾ ട്രസ്റ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് 91 ബാച്ച് അലൂമിനി അസോസിയേഷന്റെ സഹകരണത്തോടെ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് നടത്തി. മാനസിക വൈകല്യമുള്ള വിദ്യാർത്ഥികൾക്കായി നടത്തിയ ക്യാമ്പ് നാർക്കോട്ടിക് DYSP MP മോഹനചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഈ ക്യാമ്പിന് മറ്റൊരു പ്രത്യേകത കൂടി, സാധാരണ ഒരു ക്യാമ്പില് ഒരു ആരെയും പരിശോധിക്കേണ്ട ഒരു രോഗിയായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ പരിശോധിക്കുകയാണെങ്കിൽ അത് ഏതെങ്കിലും ഒരു ഡോക്ടറാണ് പരിശോധിക്കാറ്. ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഓരോ കുട്ടികളെയും ഇവിടെ ഉള്ള എല്ലാ ഡോക്ടേഴ്സും ഓരോരുത്തരെയും എല്ലാ ഡോക്ടേഴ്സും പരിശോധിക്കും എന്നുള്ളതാണ് ഈ ക്യാമ്പിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പൂക്കോട്ടുംപാടം 5ാം മൈൽ ഹോം സ്പെഷ്യൽ സ്കൂളിലാണ് ക്യാമ്പ് നടത്തിയത്. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് കാർഡിയോളജിസ്റ്റ് മനോജ് രവി, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർമാരായ TP രാകേഷ്, VG വിനേഷ്, പട്ടാമ്പി ജനറൽ ഹോസ്പിറ്റൽ പീഡിയാട്രീഷ്യൻ രഘുനാഥ്, എറണാകുളം ലിസി ഹോസ്പിറ്റലിലെ റേഡിയോളജിസ്റ്റ് KR ഗോപിനാഥ്, കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് ENT സർജൻ KP രാജേഷ്, TB മനോജ്, ഡോക്ടർ KT മനോജ്, K നിഷാദ് എന്നിവർ പങ്കെടുത്തു. കരുവാരക്കുണ്ട് കിഴക്കേത്തല നോവൽറ്റി ക്ലബിന്റെ 10ാം വാർഷികത്തിന്റെ ഭാഗമായി പാലിയേറ്റീവ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ചടങ്ങ് വാർഡ് മെമ്പർ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തനം സാമൂഹ്യ സേവനം ആണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് മാറുക എന്നുള്ളത് തന്നെ ആ ക്ലബിന്റെ ഏറ്റവും വലിയ ഒരു കാൽവെപ്പുകളിലൊന്നാണ്. 10 വർഷം പിന്നിട്ട നോവൽറ്റി ക്ലബിനെ എനിക്ക് നേരിട്ടും അല്ലാതെയും ഒക്കെ അറിയുന്ന ഒരു ക്ലബ്ബായതുകൊണ്ട്
ഇതിൻ്റെ പാലിയേറ്റീവ് പ്രവർത്തനം നിങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മുനീറിൻ്റെ കാര്യത്തിൽ ഇറങ്ങിയാണ് അത് തന്നെയാണ് പ്രവർത്തനം. പാലിയേറ്റീവ് പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു അവശത അനുഭവിക്കുന്നവൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്നതിന് ആ പ്രയാസം തരണം ചെയ്യാനുള്ള ഒരു മാർഗം കണ്ടെത്തി അതിനെ സഹായിക്കുക എന്നുള്ളതിന് അത് തന്നെയാണ് പ്രവർത്തനം. ക്ലബ്ബ് പ്രസിഡന്റ് നിസാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മൻസൂർ മാസ്റ്റർ, ഷാജഹാൻ മാസ്റ്റർ എന്നിവർ പാലിയേറ്റീവിനെ കുറിച്ച് ക്ലാസ് എടുത്തു. PC ബദർ, നിസാം, ബി നൌഷാദ്, ദിൻഷാദ്, ജാബിർ, സിറാജ് എന്നിവർ പ്രസംഗിച്ചു. കിഴക്കേത്തല മദ്രസയിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ്സിൽ നിരവധി പേർ പങ്കെടുത്തു. കരുവാരക്കുണ്ട് ദാറുന്നജാത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു. വിദ്യാലയമുറ്റത്ത് നട്ടുവളർത്തിയ നെൽകൃഷിയുടെ ഉദ്ഘാടനം പ്രിൻസിപ്പാൾ M. അലവി മാസ്റ്റർ നിർവഹിച്ചു. വിദ്യാർത്ഥികൾക്ക് കൃഷിയെക്കുറിച്ചുള്ള അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. കൊയ്ത്തുത്സവം കൃഷി ഓഫീസർ ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ TH ഉസ്മാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിദ്യാലയം ഒരുക്കിയ കാർഷിക സ്നേഹ അവാർഡ് +1 വിദ്യാർത്ഥി നിസാമുദ്ദീന് ഹുസൻ മാസ്റ്റർ നൽകി ആദരിച്ചു. വാർഡ് മെമ്പർ അഷ്റഫ്, P. ചെറിയാൻ, EK കരീം, M. റഫീഖ്, ഇൽഷാദ് മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. അമരമ്പലം തേൾപ്പാറ കരുണ സ്വയം സഹായ സംഘത്തിന്റെ 2ാം വാർഷികാഘോഷം വിപുലമായി ആഘോഷിച്ചു. ചടങ്ങിൽ പുതിയ ഭരണസമിതി അംഗങ്ങളായി പ്രസിഡന്റായി N. ഭാസ്കരനെയും വൈസ് പ്രസിഡന്റായി C. ഉണ്ണികൃഷ്ണനെയും സെക്രട്ടറിയായി M. സുദേവനെയും ജോയിന്റ് സെക്രട്ടറിയായി ഇബ്രാഹിം ആലിക്കാപ്പറമ്പിനെയും ട്രഷററായി C. കിഷോറിനെയും എക്സിക്യൂട്ടീവ് അംഗങ്ങളായി C. കിഷോർ, K. വിജി, K. സുറൂർ എന്നിവരെയും തെരഞ്ഞെടുത്തു. ഇനി ഇന്നത്തെ കമ്പോള നിലവാരത്തിലേക്ക്. 4ാം ഗ്രേഡ് റബ്ബറിന് കൊച്ചി മാർക്കറ്റിൽ കിലോഗ്രാമിന് 200 രൂപ. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബന്ധം ജോസ് ആലുക്കാസ്. സ്വർണം ഗ്രാമിന് 2575 രൂപ, പവന് 20,600 രൂപ, വെള്ളി ഗ്രാമിന് 53 രൂപ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ബന്ധം ജോസ് ആലുക്കാസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജലക്ഷാമം രൂക്ഷമായ പൊട്ടിക്കല്ലിൽ മണ്ണ് ജല സംരക്ഷണ പദ്ധതിക്ക് തുടക്കമായി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. നിലമ്പൂർ ഗവൺമെന്റ് ITI കെട്ടിട നിർമ്മാണത്തിന് ഉടൻ ഫണ്ട് അനുവദിക്കണമെന്ന് SFI നിലമ്പൂർ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. കരുളായി പുള്ളിയിൽ നടന്ന ഏരിയ സമ്മേളനം DYFI ജില്ലാ ട്രഷറർ ജ്യോതിഷ് ഉദ്ഘാടനം ചെയ്തു. മൂത്തേടം ഗ്രാമപഞ്ചായത്തിൽ ജൈവ വൈവിധ്യ രജിസ്റ്റർ രൂപീകരണ പദ്ധതിക്ക് തുടക്കമായി. ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. പൂക്കോട്ടുംപാടം ഹോം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെയും നേതൃത്വത്തിൽ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് നാർക്കോട്ടിക് സെൽ DYSP MP മോഹനചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം.